ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ തന്തൂരി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആട്ടോ. ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് എല്ലില്ലാത്ത പീസോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. അത് നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ തന്തൂരി മസാലപ്പൊടിയുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നോർമൽ ചിക്കൻ മസാലപ്പൊടിയില്ല അതും, ആവശ്യത്തിനുള്ള ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റോളം നമ്മളിത് മൂടി വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടങ്ങ് മുരിഞ്ഞൊന്ന് വരണേ. ഈ ഒരു രീതിയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്കത് ഓഫാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. നല്ല ക്രിസ്പി ആയിട്ട് പെരിപ്പോണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ എടുക്കാവേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കവും ടൊമാറ്റോയും ആണേ. അങ്ങനെ ചെറുതായിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസും കൂടെ ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ അങ്ങനെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡ് എന്ന് വെച്ചാൽ സാൻഡ്വിച്ച് ബ്രെഡാണ്. നോർമൽ ബ്രെഡിൽ നമുക്ക് ഉണ്ടാക്കാം. സാൻഡ്വിച്ച് ആകുമ്പോഴത്തേക്കും നമുക്കത് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് സൈസ് ഉണ്ടാവേ. അങ്ങനെ സൈഡൊക്കെ ബ്രൗൺ ഷെയ്ഡിലുള്ള അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ട് ഞാനങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ബ്രെഡും അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അങ്ങനെയെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫില്ലിങ്സ് ഒക്കെ അതിലേക്ക് വെച്ച് കൊടുക്കാവേ. ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സാൻഡ്വിച്ചും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആട്ടോ ഇത്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം ശരി, അസ്സലാമു അലൈക്കും.